നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്ററാണ് ആൽക്കഹോൾ, ഫീനോൾ ആൻഡ് ഈതർ എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ലൂക്കാസ് റിയേജൻ? എക്സ്പ്ലെയിൻ ഹൗ ദിസ് റിയേജൻ ഹെൽപ്സ് ടു ഡിസ്റ്റിംഗ്വിഷ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി ആൽക്കഹോൾസ്. അതായത് ലൂക്കാസ് റിയേജൻ്റ് എന്താണ്, അതെങ്ങനെയാണ് നമ്മുടെ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൽക്കഹോളൊക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ലൂക്കാസ് റിയേജൻ എന്താണ്? ഇറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് കോൺസെൻട്രേറ്റഡ് HCl ആൻഡ് ആൻഹൈഡ്രസ് ZnCl2. കോൺസെൻട്രേറ്റഡ് HClൻ്റെയും ആൻഹൈഡ്രസ് ZnCl2ൻ്റെയും ഒരു മിക്സ്ചറാണ് എന്ത് ലൂക്കാസ് റിയേജൻറ്റ് എന്ന് പറയുന്നത്. ലൂക്കാസ് ടെസ്റ്റ് ഒന്ന് നോക്കാം. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതല്ല ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ലൂക്കാസ് ടെസ്റ്റ്. അപ്പോൾ ലൂക്കാസ് ടെസ്റ്റ് എന്താണ്? ടെർഷറി ആൽക്കഹോൾ റിയാക്ട് വിത്ത് ലൂക്കാസ് റിയേജൻ ആൻഡ് ഫോം ഇമ്മീഡിയറ്റ് ടർബിഡിറ്റി. അതായത് ടെർഷറി ആൽക്കഹോൾ ലൂക്കാസ് റിയേജൻ്റായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യും? ടർബിഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ടർബിഡിറ്റി ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ പിന്നെ അതുപോലെ സെക്കൻഡറി ആൽക്കഹോളിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അവിടെ ടർബിഡിറ്റി എങ്ങനെയാണ് ഫോം ചെയ്യുക? ഒരു 5 മിനിറ്റ്സിലാണ്, 5 മിനിറ്റ്സ് ഒക്കെ എടുത്തിട്ടാണ് എന്ത് ചെയ്യുക? ഫോം ചെയ്യുക. സെക്കൻഡറി ആൽക്കഹോൾ ലൂക്കാസ് റിയേജൻ്റായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ. ഇനിയിപ്പോൾ പ്രൈമറി ആൽക്കഹോൾ എന്തില്ല? പ്രൈമറി ആൽക്കഹോൾ ലൂക്കാസ് റിയേജൻ്റായിട്ട് എന്തില്ല? റിയാക്ഷൻ നടക്കില്ല. പ്രൈമറി ആൽക്കഹോൾ ലൂക്കാസ് റിയേജൻ്റായിട്ട് എന്ത് ചെയ്യില്ല? റിയാക്ട് ചെയ്യില്ല. അപ്പോൾ അവിടെ എന്തുണ്ടാവില്ല? പ്രൊഡക്റ്റ് ഉണ്ടാവില്ല. അതായത് നോ ടർബിഡിറ്റി അറ്റ് റൂം ടെമ്പറേച്ചർ. ഈ പ്രൈമറി ആൽക്കഹോൾ ടർബിഡിറ്റി തരണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഹീറ്റ് അപ്ലൈ ചെയ്യണം. അതാണ് ലൂക്കാസ് റിയേജൻറ്റും ലൂക്കാസ് ടെസ്റ്റും. നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ആൽക്കഹോൾ ആൻഡ് ഫീനോൾ ഹാവ് ഹയർ ബോയിലിംഗ് പോയിൻറ്റ്സ്. വൈ? ആൽക്കഹോളിലും ഫീനോളിലും ബോയിലിംഗ് പോയിൻറ്റ് വളരെ കൂടുതലാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇപ്പോൾ വാട്ടറിന് എന്തുകൊണ്ടാണ് ബോയിലിംഗ് പോയിൻറ്റ് കൂടുതലെന്ന് ചോദിച്ചാലും അവിടെ ആൻസർ എന്താണ്? ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് ബോയിലിംഗ് പോയിൻറ്റ്, മെൽറ്റിംഗ് പോയിൻ്റ് ഒക്കെ ഒരു കോമ്പൗണ്ടിൻ്റെ കൂട്ടാൻ സഹായിക്കുന്നത്. അപ്പോൾ ആൽക്കഹോളും ഫിനോളും എന്താണുള്ളത്? ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. അടുത്ത ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് വുഡ് സ്പിരിറ്റ്? ഗിവ് ഇറ്റ്സ് കൊമേഴ്സ്യൽ പ്രിപ്പറേഷൻ. അതായത് വുഡ് സ്പിരിറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. വുഡ് സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ മെഥനോൾ അല്ലെങ്കിൽ മീഥൈൽ ആൽക്കഹോൾ, നമ്മുടെ കള്ളില്ലേ, അതാണ് വുഡ് സ്പിരിറ്റ്. മെഥനോൾ അല്ലെങ്കിൽ മീഥൈൽ ആൽക്കഹോൾ. അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? കൊമേഴ്സ്യലി പ്രിപ്പയർഡ് ബൈ കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡിൻ്റെ കാറ്റലിസ്റ്റിക് ഹൈഡ്രോജനേഷൻ, അതായത് ഹൈഡ്രജൻ ആഡ് ചെയ്യുക. എന്നിട്ട് എത്ര ടെമ്പറേച്ചറിൽ? 573 മുതൽ 673 ടെമ്പറേച്ചറിൽ 200 to 300 ATM പ്രഷറിൽ. എന്തിൻ്റെയൊക്കെ പ്രസൻസിൽ? സിങ്ക് ഓക്സൈഡിൻ്റെയും ക്രോമിയം ഓക്സൈഡിൻ്റെയും Cr2O3ൻ്റെയും പ്രസൻസിൽ ഒരു കാറ്റലിസ്റ്റ് ആയിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്. അവരുടെ പ്രസൻസിൽ എന്ത് ചെയ്യും? വുഡ് സ്പിരിറ്റ് ഉണ്ടാക്കും. അതാണ് എന്ത്? ആൽക്കഹോൾ അല്ലെങ്കിൽ മീഥൈൽ ആൽക്കഹോൾ എന്നൊക്കെ വിളിക്കുന്നത്. അതിൻ്റെ റിയാക്ഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. അടുത്ത ചോദിച്ചിട്ടുള്ളത് എന്താണ്? എക്സ്പ്ലെയിൻ എ മെത്തേഡ് ഫോർ മാനുഫാക്ചറിങ് ഓഫ് ഇഥനോൾ. എഥനോൾ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? എഥനോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഹൈഡ്രേഷൻ ഓഫ് ഈഥൈൻ ഇൻ അസിഡിക് മീഡിയം. അസിഡിക് മീഡിയത്തിൽ ഈഥീനെ ഹൈഡ്രേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എഥനോൾ കിട്ടുക. അടുത്ത ചോദിച്ചിട്ടുള്ളത് എക്സ്പ്ലെയിൻ ദ മാനുഫാക്ചർ ഓഫ് എഥനോൾ ഫ്രം മൊളാസസ് ഓർ കെയിൻ ഷുഗർ. എഥനോൾ എങ്ങനെയാണ് നമ്മൾ ഷുഗർ കെയിനിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നത് ചോദിച്ചിട്ടുള്ളത്. പ്രിപ്പയർ എങ്ങനെയാണ്? ഫെർമെൻറ്റേഷൻ വഴിയാണ്. അതായത് കെയിൻ ഷുഗറിനെ ഫെർമെൻറ്റേഷൻ വഴിയാണ് എന്ത് ചെയ്യുക? എഥനോളാക്കി മാറ്റുക. നമ്മൾ ഈ വാറ്റുക എന്നൊക്കെ പറയില്ലേ, അതാണ് സംഭവം. അപ്പോൾ ഫെർമെൻറ്റേഷൻ വഴിയാണ് കെയിൻ ഷുഗറിനെ എഥനോളാക്കി മാറ്റുക. ഈ കെയിൻ ഷുഗറിലുള്ള ഷുഗർ എന്ത് ചെയ്യും? ഗ്ലൂക്കോസായിട്ടും ഫ്രക്ടോസായിട്ടും മാറും. എന്തിൻ്റെയൊക്കെ പ്രസൻസിൽ? ഇൻവേർട്ടേഴ്സ് എന്നുള്ള എൻസൈമിൻ്റെ പ്രസൻസിൽ. അതുപോലെ ഗ്ലൂക്കോസും ഫ്രക്ടോസും എന്താവും? ഫെർമെൻറ്റേഷൻ വഴി എഥനോൾ ആൻഡ് കാർബൺ ഡൈഓക്സൈഡ് ആയിട്ട് മാറും. ഏതിൻ്റെ പ്രസൻസിൽ? സൈമേസ് എന്നുള്ള എൻസൈമിൻ്റെ പ്രസൻസിൽ. അതിൻ്റെ ഇക്വേഷൻ അവിടെ തന്നിട്ടുള്ളത് C12H22O11 എന്ന് പറയുന്ന സൂക്രോസ്, അത് വാട്ടറായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഏതിൻ്റെ പ്രസൻസിൽ? ഇൻവേർട്ടേഴ്സ് എന്നുള്ള എൻസൈമിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഗ്ലൂക്കോസും ഒരു ഫ്രക്ടോസും കിട്ടും. ഈ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഫ്രക്ടോസ് എന്ത് ചെയ്യും? സൈമേസ് എന്നുള്ള എലമെൻറ്റിൻ്റെ എൻസൈമിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എഥനോൾ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് എഥനോൾ കെയിൻ ഷുഗറിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി അടുത്ത ചോദ്യം എന്താണ്?
നെയിം എനി 2 എൻസൈംസ് ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ഈസ്റ്റ്. ഈസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 എൻസൈം ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്? ഇൻവെർട്ടേസും സൈമേസും. ഇനി അടുത്ത ചോദ്യം എന്താ? ആൽക്കഹോൾസ് ആർ സൊല്യൂബിൾ ഇൻ വാട്ടർ, ഗിവ് റീസൺ. അതായത് ആൽക്കഹോൾ എന്താണ്? വെള്ളത്തിൽ സൊല്യൂബിൾ ആണ്. അതിൻ്റെ റീസൺ എന്താണ് ചോദിച്ചിട്ടുള്ളത്? അതിൻ്റെ റീസൺ എന്താണ്? ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. അതായത് ഈ ആൽക്കഹോളൊക്കെ എന്ത് ചെയ്യും? വാട്ടറായിട്ട് ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യും. അപ്പോൾ അതാണ് ആൽക്കഹോൾ വാട്ടറിൽ സൊല്യൂബിൾ ആവാനുള്ള റീസൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് കൺവേർഷൻ. അതായത് ഇപ്പോൾ ഒരു കോമ്പൗണ്ടിനെ എങ്ങനെ അടുത്തൊരു കോമ്പൗണ്ട് ആക്കും, അങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കൺവേർഷനാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റൻ എന്താ? ഹൗ വിൽ യു കൺവേർട്ട് ഫീനോൾ ടു ബെൻസീൻ? ഫീനോൾ എങ്ങനെ ബെൻസീൻ ആക്കാം? അപ്പോൾ ഈ ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ OH വരുന്നത് നമ്മൾ ഫീനോൾ എന്ന് വിളിക്കുക. ആ ഫീനോളിനെ സിങ്ക് ഡസ്റ്റിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബെൻസീന് കിട്ടും. ഫീനോളിനെ സിങ്ക് ഡസ്റ്റിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബെൻസീന് കിട്ടും. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഒരു ടോപ്പിക്കാണ് പിക്രിക് ആസിഡ് എന്താണ്, അതുപോലെ അതിൻ്റെ പ്രിപ്പറേഷൻ. പിക്രിക് ആസിഡ് എന്താണ്? 2,4,6 ട്രൈ നൈട്രോഫിനോൾ. ഇപ്പോൾ ഇതാണെന്ത്? ഒരു ബെൻസീൻ റിംഗ് എന്ന് പറയുന്നത്. ഇതാണെന്ത്? ഒരു ബെൻസീൻ റിംഗ്. ഇതിൻ്റെ 2,4,6 എന്ന് പറയുമ്പോൾ ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6. അങ്ങനെ ഈ 2,4,6 എന്ത് വരും? NO2 വന്ന് കിടക്കും. 2,4,6 എന്ത് ചെയ്യും? ഈ 2,4,6 പൊസിഷനിൽ NO2 വന്ന് കിടക്കും. അപ്പോൾ എത്ര നൈട്രോ കോമ്പൗണ്ട് ഉണ്ട്? 1, 2, 3. അതാണ് പിക്രിക് ആസിഡ് എന്ന് പറയുന്നത്. 2,4,6 ട്രൈ നൈട്രോഫിനോളാണ് എന്ത്? പിക്രിക് ആസിഡ്. അതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യുക? ഫീനോളിനെ നമ്മൾ കോൺസെൻട്രേറ്റഡ് HNO3യുടെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പിക്രിക് ആസിഡ് അല്ലെങ്കിൽ 2,4,6 ട്രൈ നൈട്രോഫിനോൾ എന്ന് കിട്ടും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്? എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് കുറച്ച് റിയാക്ഷൻ നോക്കാം. നെയിംഡ് റിയാക്ഷൻസ് ആണ്. അതും എന്താണ്? എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പ്ലെയിൻ ദ ഫോളോയിങ്. ഫസ്റ്റ് ഏതാണ്? വില്യംസൺ സിന്തസിസ്. വില്യംസൺ സിന്തസിസ് എന്താ? ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് വിത്ത് സോഡിയം ആൽക്കോക്സൈഡ് നമുക്ക് എന്ത് കിട്ടും? ഒരു ഈതർ കിട്ടും. ഇതിനാണ് നമ്മൾ വില്യംസൺ സിന്തസിസ് എന്ന് വിളിക്കുക. അപ്പോൾ അവിടെ ഒരു CH3CH2 Cl എന്ന് കണ്ടില്ലേ? ഇതെന്താണ്? ഒരു ആൽക്കൈൽ ഹാലൈഡ് ആണ്. CH3CH2 Cl എന്ന് പറയുന്നത് ഈഥൈൽ ക്ലോറൈഡ് ആണ്. അത് ഒരു ആൽക്കൈൽ ഹാലൈഡിൻ്റെ എക്സാമ്പിളാണ്. അത് എന്തിനോട് റിയാക്ട് ചെയ്യും? CH3ON എന്നുള്ള കോമ്പൗണ്ടായിട്ട് എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ഈതർ കിട്ടും. ഇവിടെ കിട്ടിയില്ലേ? CH3CH2O CH3NaCl. ഇതെന്താണ്? ഈ CH3CH2O CH3 എന്ന് പറയുന്നത് ഒരു ഈഥൈൽ മീഥൈൽ ഈതറാണ്. മീഥൈൽ ഈതറാണ്. ഇനി അടുത്തത് എസ്ട്രിഫിക്കേഷൻ. എസ്ട്രിഫിക്കേഷൻ എന്താണ്? ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾ റിയാക്ട് വിത്ത് കാർബോക്സിലിക് ആസിഡ്. ആൽക്കഹോളും ഫീനോളും എന്ത് ചെയ്യും? കാർബോക്സിലിക് ആസിഡായിട്ട് റിയാക്ട് ചെയ്യും. അവരെന്ത് ഫോം ചെയ്യും? എസ്റ്റർ ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ ആൽക്കഹോൾ ROH എന്ന് പറയുന്നതാണ് ആൽക്കഹോൾ. അത് പ്രൈമറി ആൽക്കഹോളാണ്. ഇപ്പോൾ R2OH സെക്കൻഡറി ആയിട്ട് വരും. അങ്ങനെ ടെർഷറി അങ്ങനെ വരും. അപ്പോൾ ഈ ROH എന്നുള്ള കോമ്പൗണ്ട്, അതായത് ഒരു ആൽക്കഹോൾ എന്ത് ചെയ്യും? ആൽക്കഹോളോ ഫീനോളോ എന്തുമായിട്ട് റിയാക്ട് ചെയ്യും? കാർബോക്സിലിക് ആസിഡ്. അപ്പോൾ ഇവിടെ കാർബോക്സിലിക് ആസിഡാണ് ഈ RCOH എന്ന് പറയുന്നത്. റിയാക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അപ്പോൾ അവരെന്ത് ഫോം ചെയ്യും? എസ്റ്റർ ഫോം ചെയ്യും. അങ്ങനെ ഈ എസ്റ്ററിൻ്റെ ഫോർമേഷൻ, ആൽക്കഹോളിനെയും ഫിനോളിനെയും കാർബോക്സിലിക് ആസിഡായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് എസ്റ്റർ ഫോം ചെയ്യുന്ന ആ പ്രോസസ്സിനാണ് നമ്മൾ എന്ത് വിളിക്കുക? എസ്റ്ററിഫിക്കേഷൻ എന്ന് വിളിക്കുക. അടുത്ത റിയാക്ഷനാണ് റെയ്മർ ടൈമാൻ റിയാക്ഷൻ. റെയ്മർ ടൈമാൻ റിയാക്ഷൻ എന്താണ്? ഫീനോൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? ഫീനോളിനെ നമ്മൾ അക്വസ് NaOHും CHCl3യുടെ പ്രസൻസിൽ അസിഡിഫൈ ചെയ്യുമ്പോൾ, ഈ അസിഡിഫിക്കേഷനെ കാണിക്കാനാണ് ഇവിടെ H+ എന്നിട്ടുള്ളത്. അപ്പോൾ ഫീനോള് അക്വസ് NaHൻ്റെയും ക്ലോറോഫോം CHCl3 എന്ന് പറയുന്നത് എന്താണ്? ക്ലോറോഫോമാണ്. അപ്പോൾ ഫീനോള് അക്വസ് NaOHൻ്റെയും CHCl3ൻ്റെയും പ്രസൻസിൽ അസിഡിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സാലിസാൽഡിഹൈഡ് കിട്ടും. ഈ റിയാക്ഷനാണ് നമ്മൾ എന്ത് വിളിക്കുക? റെയ്മർ ടൈമാൻ റിയാക്ഷൻ എന്ന് വിളിക്കുക. നെക്സ്റ്റ് കോബ്സ് റിയാക്ഷൻ എന്താണ്? ഫീനോൾ വെൻ ട്രീറ്റഡ് വിത്ത് അക്വസ് സോഡിയം ഹൈഡ്രോക്സൈഡ്. അതായത് ഫീനോള് സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ, പിന്നെ എന്തിൻ്റെ പ്രസൻസിൽ? CO2ൻ്റെ പ്രസൻസിൽ പിന്നീട് അസിഡിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സാലിസിലിക് ആസിഡ് കിട്ടും. ഈ റിയാക്ഷൻ നമ്മൾ എന്ത് വിളിക്കുക? കോബ്സ് റിയാക്ഷൻ എന്ന് വിളിക്കുക. ഇപ്പോൾ പറഞ്ഞ ഈ 4 റിയാക്ഷൻ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ എക്സാമിന് 2 മാർക്കിനോ 3 മാർക്കിനൊക്കെ ചോദിക്കാം. ഒന്നല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ
അതിൻ്റെ സെൻറ്റൻസ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ആ റിയാക്ഷനില്ലേ അത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. രണ്ടും പഠിക്കാൻ പറ്റിയാൽ വളരെ നല്ലത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഹൈഡ്രോബൊറേഷൻ റിയാക്ഷൻ എന്താണ്, ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിനൊരു എക്സാമ്പിളും തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൽക്കിൻ എന്ത് ചെയ്യും, ആൽക്കിനിലേക്ക് ഒരു ഡൈബോറൈൻ ആഡ് ചെയ്യുമ്പോൾ എന്നിട്ട് അതിന് ഓക്സിഡേഷൻ നടത്തുമ്പോൾ എന്തിൻ്റെ പ്രസൻസിൽ, ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ പ്രസൻസിൽ നമുക്ക് എന്ത് കിട്ടും, സോഡിയം ഹൈഡ്രോക്സൈഡ് ടു ഫോം ആൽക്കഹോൾ. പിന്നീട് നമുക്കൊരു ആൽക്കഹോൾ കിട്ടും, അതായത് പ്രൊപ്പീന്. ഈ ആൽക്കീൻ എന്ന് പറയുന്ന ഒരു എക്സാമ്പിളാണ് നമ്മളുടെ. ഇവിടെ പ്രൊപ്പീൻ എന്ന് പറയുന്നത് ഒരു ആൽക്കീൻ ഉണ്ട്. അതിനെ നമ്മൾ ഡൈബോറൈനായിട്ട് ട്രീറ്റ് ചെയ്യും. എന്തിൻ്റെയൊക്കെ പ്രസൻസിൽ, ഹൈഡ്രജൻ പെറോക്സൈഡ് അതുപോലെ അക്വസ് എണ്ണ വെച്ച്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു ആൽക്കഹോൾ കിട്ടും. ഇവിടെ കിട്ടിയ ആൽക്കഹോൾ ഏതാണ്, പ്രൊപ്പാൻ 1 ഈ ഒരു ടൈപ്പ് റിയാക്ഷൻ നമ്മൾ എന്ത് വിളിക്കുക, ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, ഐഡൻറ്റിഫൈ എ ആൻഡ് ബി ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. ഈ തന്നിട്ടുള്ള റിയാക്ഷനിൽ എയും ബിയും എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്, ഫീനോളാണ്. ബി എന്ന് പറയുന്നത് മീഥൈൽ അയോഡൈഡ്. നെക്സ്റ്റ് നമുക്ക് ഈ ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കൺവേർഷൻ നോക്കാം. ഫീനോളിൽ എങ്ങനെ ട്രൈബ്രോമോ ഫിനോളാക്കാം. ഫസ്റ്റ് കൺവേർഷൻ അതാണ്. അതൊന്നുമില്ല, ഫീനോളിനെ ട്രൈബ്രോമോ ഫിനോളാക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ബ്രോമിൻ വാട്ടർ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് 2,4,6 ട്രൈബ്രോമോ ഫിനോൾ കിട്ടും. 2,4,6 അതാണ് ട്രൈബ്രോമോ ഫിനോൾ. പിന്നെ അടുത്ത ചോദിച്ചിട്ടുള്ളത് എന്താണ്, ബെൻസീൻ സൾഫോണിക് ആസിഡിനെ ഫിനോളാക്കാം. ബെൻസീൻ സൾഫോണിക് ആസിഡിനെ എങ്ങനെ ഫിനോളാക്കാം, അതെന്ത് ചെയ്താൽ മതി, ബെൻസീൻ സൾഫോണിക് ആസിഡിനെ കൂടെ NaOH ആഡ് ചെയ്യുക, എന്നിട്ട് അതിനെ അസിഡിഫൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഫീനോൾ കിട്ടും. അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺവേർഷനാണ് അനിലിനെ എങ്ങനെ ഫീനോളാക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അനിലിനെ നമ്മളെങ്ങനെ ഫീനോളാക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, അനിലിൻ്റെ കൂടെ NaNO2 അതുപോലെ HCl എന്ത് ചെയ്തു, ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ഈ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ നമ്മൾ എന്ത് വിളിക്കുക, ഡയസോണിയം സോൾട്ട് എന്ന് വിളിക്കുക. ഡയസോണിയം സോൾട്ട് എന്ന് വിളിക്കുന്നത് ഈ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെയാണ്. അതായത് അനിലിൻ്റെ കൂടെ NaNO2 പിന്നെ HCl ഇതിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് കിട്ടും. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് അതിന് നമ്മൾ എന്ത് ചെയ്യും, വാട്ടറായിട്ട് ട്രീറ്റ് ചെയ്യും, എന്നിട്ട് ചൂടാക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഫീനോൾ കിട്ടും. കൂടെ ഒരു N2 വരും, ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡും വരും. അപ്പോൾ ഇതാണ് എന്ത്, ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ല കേട്ടോ, ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ്. അപ്പോൾ ആദ്യം അനിലിനെ നമ്മൾ NaNO2യുടെയും HClൻ്റെയും പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ഡയസോണിയം സോൾട്ട് കിട്ടും. അതിനെ പിന്നെ വാട്ടറായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫീനോൾ കിട്ടും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ആ ഭാഗം. പിന്നെ ചോദിച്ചുള്ളത് എന്താണ്, എഥനോളിനെ എങ്ങനെ എഥനാലാക്കാം. എഥനോളിൻ്റെ കൂടെ ഒരു CrO3 എന്ത് ചെയ്താൽ മതി, ക്രോമിക് ആൻഹൈഡ്രൈഡ് എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എഥനാൽ കിട്ടും. ഇനി അടുത്ത ചോദിച്ചുള്ളത് എന്താണ്, വാട്ട് ഈസ് ക്യൂമീൻ, ഹൗ വിൽ യു പ്രിപ്പയർ ഫീനോൾ ഫ്രം ക്യൂമീൻ. അതായത് ക്യൂമീൻ എന്താണ്, ക്യൂമീനിൽ നിന്ന് എങ്ങനെയാണ് ഫീനോള് പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ ക്യൂമീൻ എന്താണ്, ഐസോപ്രൊപ്പൈൽ ബെൻസീനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ക്യൂമീൻ എന്ന് വിളിക്കുക. ഐസോപ്രൊപ്പൈൽ ബെൻസീനെയാണ് നമ്മൾ ക്യൂമീൻ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ 2-ഫിനൈൽ പ്രൊപ്പീൻ എന്നും പറയും. അപ്പോൾ ക്യൂമീൻ എന്ത് ചെയ്യും, ഇതാണ് ക്യൂമീനെ നമ്മൾ ഓക്സിഡൈസ് ചെയ്യും എന്തിൻ്റെ പ്രസൻസിൽ, എയറിൻ്റെ പ്രസൻസിൽ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ ആസിഡ് ഹൈഡ്രോളിസിസ് വഴി നമുക്ക് എന്ത് കിട്ടും, ഫീനോൾ കിട്ടും. ആസിഡ് ഹൈഡ്രോളിസിസ് വഴി ഫീനോൾ കിട്ടും. ഇങ്ങനെയാണ് ക്യൂമീനിൽ നിന്ന് നമ്മൾ ഫീനോൾ പ്രിപ്പയർ ചെയ്യുന്നത്. അത് ചോദിച്ചുള്ളത്, റൈറ്റ് ദ കറക്റ്റ് പെയർ ഓഫ് റിയാക്റ്റൻസ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് T-ബ്യൂട്ടൈൽ ഈതർ. T-ബ്യൂട്ടൈൽ ഈതർ വില്യംസ് സിന്തസിസ് വഴി പ്രിപ്പയർ ചെയ്യാൻ വേണ്ട കറക്റ്റ് പെയർ ഓഫ് റിയാക്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതേതാണ്, സോഡിയം ടെർട്ട് ബ്യൂട്ടോക്സൈഡും അതുപോലെ ഈതൈൽ ക്ലോറൈഡും. അതിൻ്റെ റിയാക്ഷനാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് എന്താണ്, ഹൗ വിൽ യു പ്രിപ്പയർ 3 ടൈപ്സ് ഓഫ് ആൽക്കഹോൾ യൂസിങ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് 3 ടൈപ്പ് ആൽക്കഹോൾ, അതായത് പ്രൈമറി ആൽക്കഹോൾ എങ്ങനെ ഉണ്ടാക്കുക, സെക്കൻഡറി എങ്ങനെ ഉണ്ടാക്കുക, ടേർഷ്യറി എങ്ങനെ ഉണ്ടാക്കുക. പ്രൈമറി ആൽക്കഹോൾ എങ്ങനെ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് വെച്ച് ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം, പ്രൈമറി ആൽക്കഹോൾ ആർ ഫോംഡ് വെൻ ഫോർമാൽഡിഹൈഡ് അല്ലെങ്കിൽ മെഥനാൽ എന്ത് ചെയ്യും, ഗ്രിഗ്നാർഡ് റിയേജൻ്റായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, പ്രൈമറി ആൽക്കഹോൾ കിട്ടും. അതായത് ഫോർമാൽഡിഹൈഡ് ഗ്രിഗ്നാർഡ് റിയേജൻ്റായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ
ഹൈഡ്രോളിസിസ് പിന്നീട് ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രൈമറി ആൽക്കഹോൾ കിട്ടും. ഇനി സെക്കൻഡറി ആൽക്കഹോൾ എങ്ങനെയാണ്? ആൽഡിഹൈഡ് അതർ ദാൻ ഫോർമാൽഡിഹൈഡ് അല്ലാത്ത ആൽഡിഹൈഡ് ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡറി ആൽക്കഹോൾ കിട്ടും. അവിടെ എന്തുണ്ട്? ഹൈഡ്രോളിസിസ് നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ടെർഷ്യറി ആൽക്കഹോൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? കീറ്റോൺ എന്ത് ചെയ്യും? ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആയിട്ട് റിയാക്ട് ചെയ്യും, ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. ഇങ്ങനെയാണ് ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ഉപയോഗിച്ചിട്ട് 3 ടൈപ്പ് ഓഫ് ആൽക്കഹോളിനെ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി അടുത്ത ചോദിച്ചിട്ടുള്ളത് എന്താണ്? വാട്ട് ഈസ് ആസ്പിരിൻ? ഹൗ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം സാലിസിലിക് ആസിഡ്. ആസ്പിരിൻ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ആസ്പിരിൻ എന്ന് പറയുമ്പോൾ അസറ്റൈൽ സാലിസിലിക് ആസിഡിനാണ് നമ്മൾ ആസ്പിരിൻ എന്ന് വിളിക്കുക. എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്? അസറ്റൈലേഷൻ ഓഫ് സാലിസിലിക് ആസിഡ്. ഇതാണ് ഇവിടെയുള്ള റിയാക്ഷൻ. നെക്സ്റ്റ് നമുക്കൊരു ചോദ്യം തന്നിട്ടുണ്ട്. ഇതിൽ എയും ബിയും എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? ഈത്തൈനാണ്. എ എന്ന് പറയുന്നത് ഈത്തൈൻ. എ എന്ന് പറയുന്നത് എന്താണ്? ഈത്തൈനാണ്. അതായത് പ്രൈമറി ആൽക്കഹോൾ H2SO4ൻ്റെയും 443 കെൽവിൻ്റെയും പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈത്തീന് കിട്ടും. അതുപോലെ ബി എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ വ്യത്യാസമുണ്ട്, 413 കെൽവിനാണ്. അപ്പോൾ ഡൈ ഈതൈൽ ഈതർ അല്ലെങ്കിൽ എത്തോക്സി ഈത്തൈനാണ് നമുക്ക് കിട്ടുക. ഡൈ ഈതൈൽ ഈതർ ഓർ എത്തോക്സി ഈത്തൈനാണ് കിട്ടുക. ഇനി എന്താ ചോദിച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫീനോൾ എന്താണ്? അസിഡിക് ആണ്. എന്തുകൊണ്ട്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫീനോൾ അസിഡിക്. വൈ? എന്താണ്? ദിസ് ഈസ് ഡ്യൂ ടു ഗ്രേറ്റർ സ്റ്റെബിലിറ്റി ഓഫ് ഫീനോക്സൈഡ് അയൺ ഫോം. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫീനോക്സൈഡ് അയോൺ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഫീനോളിൽ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫീനോക്സൈഡ് അയൺ കാരണമാണ് എന്ത്? ഫിനോളിന് ഒരു അസിഡിക് പ്രോപ്പർട്ടി വരാൻ കാരണം. ഇനി അടുത്തത് എന്താണ്? അടുത്ത റീസൺ എന്താണ്? ഡ്യൂ ടു ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം ഇൻ വിച്ച് OH ഗ്രൂപ്പ് ഈസ് ബൗണ്ടഡ്. അതായത് ഇങ്ങനെ ഓരോ OH ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? ബെൻസീൻ റിംഗായിട്ട് ബൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള കാർബൺ ആറ്റം എന്ന് പറയുന്നത് sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഇതിനെന്തുണ്ട്? ഹയർ ഇലക്ട്രോനെഗറ്റിവിറ്റി. അപ്പോൾ ഈ 2 റീസൺ കാരണമാണ് എന്ത്? ഫീനോൾ അസിഡിക് ആവാൻ കാരണം. ഗ്രേറ്റർ സ്റ്റെബിലിറ്റി ഓഫ് ഫീനോക്സൈഡ് അയോൺ, അതുപോലെ ഗ്രേറ്റർ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ടു വിച്ച് OH ഗ്രൂപ്പ് ഈസ് ബോണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ദ പ്രിപ്പറേഷൻ ഓഫ് പ്രൊപ്പാൻ 2-ol ഫ്രം എ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പ്രൊപ്പാൻ 2-ol പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ്? ബൈ ട്രീറ്റിംഗ് അസറ്റാൽഡിഹൈഡിനെ മീഥൈൽ മഗ്നീഷ്യം ബ്രോമൈഡ് വഴി റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രൊപ്പാൻ 2-ol കിട്ടും. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഹൈഡ്രോളൈസിസ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അസറ്റാൽഡിഹൈഡിനെ ഗ്രിഗ്നാർഡ് റിയേജൻ്റായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് നമുക്ക് എന്ത് കിട്ടും? പ്രൊപ്പാൻ 2-ol കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്റർ. വളരെ അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. എന്ത് ചെയ്യുക? അതിൽ കൺവേർഷനൊക്കെ നമ്മൾ എഴുതി തന്നെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.